കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 67ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, നല്ല ദൈവത്തിൻ്റെ പിന്തുണ കൂടാതെ നന്മ ചെയ്യുക എന്നത് രാത്രിയിൽ സൂര്യപ്രകാശം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അസാധ്യ കാര്യമാണെന്ന് ആർക്കും ബോധ്യമാകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യവതി, നന്മ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പിന്തുണ ആവശ്യമാണെന്നാണല്ലോ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ദൈവത്തെ കൂടാതെ നന്മയായാലും വളർച്ചയായാലും ഉയർച്ചയായാലും ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. നല്ല ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് വിശ കൊച്ചുത്രേസ്യായെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.